RSS മുൻ പ്രാന്ത സംഘചാലക് PB മേനോൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ ഉച്ചയോടെയായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിയോടെ സംസ്കാരം തന്ത്രവിദ്യാപീഠത്തിൽ നടക്കും. ആലുവ ജില്ലാ സംഘചാലകായും സഹപ്രാന്ത സംഘചാലകായും പ്രവർത്തിച്ചു. ദേശീയ സേവാഭാരതി അഖില ഭാരതീയ ഉപാധ്യക്ഷനും ആയിരുന്നു. വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. രേഷ്മ ബാബുവിലേക്ക് പോകുന്നു. രേഷ്മ, PB മേനോൻ ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലൂടെ കടന്നുപോവുകയുണ്ടായി. ലാളിത്യം മുഖമുദ്രയാക്കിക്കൊണ്ട് അദ്ദേഹം സേവന പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം ഉത്സാഹം കാണിച്ചിരുന്നു എന്നുള്ളത് കണ്ടതാണ്. അതിനെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളതും കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങൾ പലപ്പോഴും. ദേശീയ ശ്രദ്ധ നേടിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നിട്ട് കൂടി അദ്ദേഹം സേവന മേഖലകളിൽ സേവാഭാരതിക്കൊപ്പം നിലനിന്നതെല്ലാം എല്ലാവരും അനുസ്മരിച്ച കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നാളെ ആയിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വസതിയിലാണോ ഭൗതികദേഹമുള്ളത്? മറ്റു വിവരങ്ങൾ അറിയാൻ കഴിയുന്നു. PB മേനോൻ സാറിൻ്റെ ഭൗതികദേഹം നിലവിലുള്ളത് ആലുവയിലെ സ്വവസതിയിൽ തന്നെയാണ്. 4:30 കൂടി ആശുപത്രിയിൽ നിന്നും ഭൗതിക ശരീരം ആലുവയിലെ സ്വവസതിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒട്ടനവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറ്റ സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഒരു പ്രേരണാശക്തിയായിട്ട് നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു PB മേനോൻ സാറിൻ്റേത്. ഈ ആലുവ എന്നുള്ള ദേശത്ത് മാത്രമല്ല, സംസ്ഥാനമെമ്പാടും അദ്ദേഹത്തെ മേനോൻ സാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രേരണയിൽ സംഘപ്രസ്ഥാനത്തിൽ കൂടുതൽ പ്രവർത്തനത്തിലേക്ക് മുഴുകിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. 2003 കാലഘട്ടത്തിലാണ് അദ്ദേഹം RSS എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രാന്ത സംഘചാലക് എന്നുള്ള തലത്തിലേക്ക് എത്തുന്നത്. പിന്നീട് 2 പതിറ്റാണ്ട് കാലഘട്ടത്തോളം അദ്ദേഹം സംഘത്തിൻ്റെ സംഘചാലക് എന്നുള്ള ചുമതലയിൽ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഗൃഹസ്ഥ കാര്യകർത്താക്കൾക്കും പ്രചാരകന്മാർക്കാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എല്ലാ വർഗ്ഗങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അനുസ്യൂതം സംഘത്തിൻ്റെ ആ പാതയിൽ, സംഘത്തിൻ്റെ ആ ഒഴുക്കിനൊപ്പം തന്നെ സമാന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന അദ്ദേഹം സമാജ സേവനത്തിന് തന്നെയായിരുന്നു പ്രാധാന്യം ആദ്യഘട്ടം മുതൽ തന്നെ കൽപ്പിച്ചിരുന്നത്. കാരണം നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതോടൊപ്പം തന്നെ അദ്ദേഹം സമാജ സേവനത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ തന്നെ ചെലവഴിച്ചിരുന്നു. CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ, ജോലി ചെയ്യുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം സമാജ സേവനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതിയിലൂടെയാണ് അദ്ദേഹം ആ സംഘത്തിലേക്ക് വരുന്നത്. PB മാധവ്ജിയുമായിട്ടുള്ള ആ സമ്പർക്കത്തിലൂടെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്ക് വരുന്നു. പിന്നീട് നേരെ ആ സംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക്, സജീവ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്യുന്നു. ആലുവ ജില്ലയുടെ RSSൻ്റെ ആലുവ ജില്ലാ സംഘചാലക് എന്നുള്ള ചുമതലയായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഏറ്റെടുത്തിരുന്നത്. പിന്നീട് അദ്ദേഹം എറണാകുളം വിഭാഗിൻ്റെ സംഘചാലക്, അതിനുശേഷം 1999 അദ്ദേഹം RSSൻ്റെ സഹപ്രാന്ത സംഘചാലക് എന്നുള്ള ചുമതലയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് 2003 പ്രാന്ത തലത്തിൽ പ്രാന്ത സംഘചാലക് എന്നുള്ള ചുമതലയിലേക്ക് എത്തി. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ എല്ലാവർക്കും, സമകാലീനരായിട്ടുള്ള കാര്യകർത്താക്കൾക്കൊക്കെ തന്നെ പറയാൻ ഒറ്റ ഒരു വാക്കേ ഉള്ളൂ. അദ്ദേഹത്തിന് ഭൗതികപരമായിട്ടാണെങ്കിലും ആത്മീയ മേഖലയിലാണെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എല്ലാ മേഖലയിലും എല്ലാ മാറ്റങ്ങളിലും ഒക്കെ തന്നെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിലപാടായിരുന്നു PB മേനോൻ സാറിന് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതും. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ മാർഗദർശനം അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹം തന്നെയാണ്. അത്തരത്തിൽ അവസാന കാലഘട്ടത്തിൽ, അതായത് അവശ നിലയിലാകുന്ന സമയത്ത് വരെ അദ്ദേഹം ഈ സമാജ സേവനത്തിന് വേണ്ടി മുന്നോട്ട് നിന്നിരുന്നു. അതൊക്കെ തന്നെ വരും തലമുറയ്ക്ക് തന്നെ പ്രേരണാദായകം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ സംസാരിച്ച ഓരോ വ്യക്തികളും നമ്മളോട് പറഞ്ഞിരുന്നത്. നിരവധി പേരാണ് ആലുവയിലെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ അനുശോചനം അറിയിച്ചു കഴിഞ്ഞു. ഒട്ടനവധി പേർ നാളെ വരുന്നുണ്ട്. ഇവിടെ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സമയക്രമം എന്ന് പറയുന്നത്, ഇന്ന് ഈ സ്വവസതിയിൽ ബന്ധുക്കൾക്കും ഉറ്റ സുഹൃത്തുക്കൾക്കും വരുന്നവർക്കൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ
രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം സംസ്കാര കർമ്മങ്ങൾക്കായിട്ട് തന്ത്രവിദ്യാപീഠത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. 10 മണിവരെ വീട്ടിൽ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിരവധി പേർ ഇവിടേക്ക് കടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേട്ടറിഞ്ഞ നിമിഷം മുതൽ ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർ മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള എല്ലാ മേഖലകളിലും സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിരുന്ന ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിണി, മറ്റൊരു കാര്യം, അദ്ദേഹം ഏതൊക്കെ വിധത്തിലാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതെന്ന് മാത്രമല്ല, മറ്റ് സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എത്രത്തോളം പ്രവർത്തിച്ചിരുന്നു എന്നുകൂടി നമുക്ക് വിലയിരുത്തണം. കാരണം തന്ത്രവിദ്യാപീഠത്തിൽ മാധവജിയുമായിട്ടുള്ള സമ്പർക്കം അദ്ദേഹം അതിനുശേഷം പിന്നീട് തന്ത്രവിദ്യാപീഠത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്നു. തന്ത്രവിദ്യാപീഠം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രാഹ്മണർക്ക്, അതായത് ജന്മം കൊണ്ട് മാത്രമല്ല ബ്രാഹ്മണ്യം നേടാൻ സാധിക്കുക, കർമ്മം കൊണ്ടും ബ്രാഹ്മണനാകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ഉദ്ഘോഷിച്ചുകൊണ്ടാണ് കേരളത്തിൽ തന്ത്രവിദ്യാപീഠം ഈ ആലുവയിൽ പെരിയാർ നദിയുടെ തീരത്ത് പിറവികൊള്ളുന്നത്. അതിന് പിന്നിൽ പി മാധവജി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിണിത പ്രയത്നം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് തന്ത്രവിദ്യാപീഠത്തിൽ പി മേനോൻ സാറിൻ്റെ പങ്കാളിത്തവും ചെറുതല്ലാത്ത പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒട്ടനവധി രീതിയിൽ അദ്ദേഹത്തിന് സമാജത്തിന് വേണ്ടിയിട്ട് സേവിക്കാൻ സാധിച്ചു. സേവാഭാരതിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ ആലുവയിലെ വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ വിടവാങ്ങിയിരിക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിന് ഒന്നാകെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. ഹൈന്ദവ ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാ കാലവും നിലകൊണ്ട പി മേനോൻ സാറാണ് വിട പറഞ്ഞിരിക്കുന്നത്. അത് നികത്താനാകാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ നികത്താൻ സാധിക്കാത്ത ഒരു നഷ്ടം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത്, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, അവസാന നിമിഷം വരെ സമാജത്തിന് വേണ്ടി സേവിക്കുക, അത് നാം എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിട്ട്, നമ്മുടെ ജീവിതവ്രതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു പി മേനോൻ സാർ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് മുന്നിൽ എത്തിച്ചേരുന്ന കാര്യകർത്താക്കളോട് പറഞ്ഞിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്വജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു. കാരണം അവസാന കാലഘട്ടത്തിലും എല്ലാ സേവന പ്രവർത്തനങ്ങളിലും ഈ പ്രാന്ത സംഘചാലക് എന്നുള്ള ചുമതല ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെറുതെ ഇരുന്നില്ല, സമാജത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ആലുവയിലെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ചുമതല വഹിച്ച ആളുകൾ, ഒപ്പം തന്നെ ഈ എറണാകുളം ജില്ലയിലെ വിവിധ ദേശങ്ങളിൽ നിന്ന് കൂടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളും വരുന്നുണ്ട്. പ്രൊഫഷണലി അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. അതേ സമയത്ത് തന്നെ അദ്ദേഹം സമയം കണ്ടെത്തി സമാജ സേവനത്തിന് മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ട് രോഹിണി, ഈ സംഘത്തിൻ്റെ ദ്വിതീയ ശിക്ഷാവർഗിലൊക്കെ തന്നെ OTC ക്യാമ്പിലൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അത് വലിയ രീതിയിലൊരു പ്രേരണയാണ് ഗൃഹസ്ഥ കാര്യകർത്താക്കൾക്കും അതോടൊപ്പം തന്നെ പ്രചാരകർക്കും ഒക്കെ തന്നെ നൽകിയിരുന്നത്. കാരണം അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ, അദ്ദേഹം യൗവന കാലഘട്ടത്തിലല്ല സംഘം എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി നേതാവായി, അല്ലെങ്കിൽ ആ കാര്യകർത്താവായി ഇരുന്ന അതേ സമയത്ത് അദ്ദേഹം സംഘം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മുതിർന്ന തലത്തിൽ, അദ്ദേഹം മുതിർന്ന ഒരു രീതിയിലേക്ക് എത്തിയ സമയത്ത് തന്നെയാണ്. ആ സമയത്ത് കൂടി അദ്ദേഹത്തിന് സംഘശിക്ഷാ വർഗങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഈ വരും തലമുറയ്ക്കാണെങ്കിലും അതൊരു പ്രേരണ ശക്തിയാണ്, ചാലക ശക്തിയാണ്. അതുകൊണ്ട് നഷ്ടമാകുന്നത് സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയെ മാത്രമല്ല, മറിച്ച് ഹൈന്ദവ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്, ഹിന്ദു എന്നുള്ള ഹൈന്ദവ ജനതയുടെ എല്ലാ കാലത്തെയും നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് നഷ്ടമായത്. രോഹിണി. ശരി രേഷ്മ. RSS മുൻ പ്രാന്ത സംഘചാലക് പി മേനോൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ ഉച്ചയോടെയായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിയോടെ സംസ്കാരം തന്ത്രവിദ്യാ പീഠത്തിൽ നടക്കും. ഇപ്പോൾ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.